ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 20ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിലയും നിലയുമുള്ള മാതാപിതാക്കൾ. ഒത്തിരി നാളത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ശേഷം അവർക്കൊരു മകൾ ജനിച്ചു. വലിയ സന്തോഷമായി. എങ്ങനെയും മകൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവരെ പോലെ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കണമെന്ന് ഈ മാതാപിതാക്കൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ആയതിനാൽ ഈ മാതാപിതാക്കൾ സമ്പാദിക്കുവാനായി ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയം തന്നെ മാറ്റിവെച്ചു. ഈ കുഞ്ഞുമകളെ നോക്കുവാനായി ആയമാരെ നിയോഗിച്ചു. ഏതാനും മാസങ്ങൾ ആയമാർ ഈ മകളെ നോക്കും. ഒരായ പോയി, അടുത്തയാൾ വരുന്നു, അങ്ങനെ ആൾക്കാർ മാറിക്കൊണ്ടിരുന്നു. അവസാനം ഗ്രാൻഡ് പേരൻസിൻ്റെ വീട്ടിലേക്ക് ഈ മകളെ ആക്കുകയാണ്. ഈ മകൾ അവിടെ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്യുകയാണ്. ഈ മകളുടെ മാതാപിതാക്കൾക്ക് ഈ മകളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ സമയം വളരെ കുറവാണ്. കാരണം അവർ ചെയ്യുന്ന ജോലി അതുപോലുള്ള ജോലിയാണ്. ആയതിനാൽ ആഴ്ചയിൽ അവസാനം ഒന്ന് വരും ഈ മകളെ കാണാനായി. അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവർ കൊടുക്കും. എന്നാൽ ഈ മകളോടൊപ്പം അല്പസമയം വർത്തമാനം പറയാൻ, ഇരിക്കുവാനൊന്നും ഈ മാതാപിതാക്കൾക്ക് സമയമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഈ കുഞ്ഞുമകളോട് വലിയ സ്നേഹമാണ്. അത് പ്രകടിപ്പിക്കുവാനായിട്ടും സാധിക്കുന്നില്ല. കാരണം ജീവിതത്തിൽ അത്രമാത്രം തിരക്കിലൂടെ ഈ ദമ്പതിമാർ കടന്നു പോവുകയാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഡോക്ടറാകണമെന്നായിരുന്നു ആഗ്രഹം. അതിനനുസരിച്ച് അവരൊരു കോളേജിൽ കൊണ്ടു ചേർത്തു. പഠനങ്ങളൊക്കെ ആരംഭിക്കുകയാണ് ചെയ്തത്. കോളേജിൻ്റെ തൊട്ടടുത്തുള്ള ഹോസ്റ്റലിൽ താമസമാക്കി. വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴുണ്ടായ വിഷമതകളൊക്കെ ഉണ്ടായി. പിന്നീട് ഈ മകൾ ചോദിക്കുന്നതനുസരിച്ച് പണം അക്കൗണ്ട് വഴി നൽകുമായിരുന്നു. എന്നാൽ ഈ മകൾക്ക് പനിയോ ഒരു അസുഖമോ ബാധിച്ചു കഴിഞ്ഞാൽ ഇവളെ സന്ദർശിക്കുവാനായിട്ട് മാതാപിതാക്കൾക്ക് സമയമില്ല. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോയാൽ ആ തിരിച്ചു പോകുന്ന സമയത്തൊക്കെ മാതാപിതാക്കൾ അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ജോലി തിരക്കിലായിരുന്നു. എന്തെങ്കിലും വേദനയോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വീട്ടിലെ ജോലിക്കാരനെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞയക്കുക പതിവായിരുന്നു. ഈ മകൾക്ക് വേണ്ട ഭക്ഷണം കൊണ്ടു കൊടുക്കും. എല്ലാ കാര്യങ്ങളും ഈ ജോലിക്കാരൻ എത്തിക്കുമായിരുന്നു. എന്നാൽ ഈ ജോലിക്കാരന് ഒരു ബോധ്യമുണ്ടായിരുന്നു. ഞാൻ പിടിച്ചത് പുളിങ്കൊമ്പിലാണ് എന്ന ഒരു ബോധ്യം. അങ്ങനെ ഈ മകളുടെ ജീവിതമെല്ലാം മനസ്സിലാക്കിയ ശേഷം ഒരുപാട് സ്നേഹിക്കുവാനും പേരൻസ് കൊടുക്കാത്ത ഒരു സ്നേഹവും ഒരു കെയറിങ്ങും എല്ലാം കൊടുക്കുവാനായിട്ടൊക്കെ ഇദ്ദേഹം തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഈ മനുഷ്യൻ മനസ്സിലാക്കുന്നു. ഫ്രീയുള്ള സമയത്തൊക്കെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ഈ മകളുടെ മനസ്സിൽ ഈ മനുഷ്യൻ ഇടം പിടിക്കുകയാണ് ചെയ്തത്. പഠിച്ച് ഡോക്ടറായി. പല വിവാഹ ആലോചനകളും വന്നുകൊണ്ടേ ഇരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു വിവാഹത്തിനും ഇവൾ സമ്മതിക്കുന്നില്ല. പേരൻസ് ഇവളോട് ചോദിച്ചു, നിന്റെ മനസ്സെന്താണെന്ന് ഞങ്ങളോട് പറ, എന്താണ് ഒന്നിനും സമ്മതിക്കാത്തത് എന്ന്. അവൾ പറഞ്ഞു, ഞാനൊരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. ആരാണെന്ന് അറിഞ്ഞപ്പോൾ ആ മാതാപിതാക്കൾക്ക് അത് സ്വീകരിക്കുവാനായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് പറ്റിയില്ല. കാരണം ഈ മകളെ കെയർ ചെയ്യുവാൻ, സാധനങ്ങൾ എത്തിക്കുവാനായി പറഞ്ഞു അയച്ച ഈ ജോലിക്കാരനെ ഈ മകൾ ഭർത്താവായി സ്വീകരിക്കുവാനായിട്ട് പോകുന്നു. ഉൾക്കൊള്ളുവാൻ ഒട്ടും പറ്റിയില്ല. കാരണം 10ാം ക്ലാസ് പോലും വിദ്യാഭ്യാസമില്ല, സമ്പത്തില്ല, ഒരു വീടില്ല. ഈ മനുഷ്യനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ
ഈ മകളുടെ ജീവിതം എന്താകുമെന്ന് അവരോർത്തു വലിയ ദുഃഖത്തിലൂടെയായി, പ്രതിസന്ധിയിലായി. മകൾ പറഞ്ഞു, എനിക്ക് ഇദ്ദേഹത്തെ മാത്രം മതി, വേറൊരാളെയും ഞാൻ സ്വീകരിക്കത്തില്ല, അങ്ങനെ വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. മാതാപിതാക്കളെ പേടിപ്പിച്ചു. അവസാനം മകളുടെ ഇഷ്ടത്തിന് മാറിക്കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പിതാവ് ചോദിച്ചു, മകളെ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തിരഞ്ഞെടുപ്പ് നടത്തിയത് എന്ന്. അവൾ പറഞ്ഞു, ഈ വ്യക്തിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമെന്ന ഒരു ബോധ്യമുണ്ട്. എൻ്റെ ഇഷ്ടങ്ങളും ചെറിയ താല്പര്യങ്ങളും ഒക്കെ അവന് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നു. ഞാൻ രോഗത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ എന്നെ വന്ന് കണ്ടു. വൈകുന്നേരങ്ങളിലൊക്കെ ഫോൺ വിളിച്ച് എന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അവിടെയൊക്കെ എനിക്കൊന്ന് തുറന്നു പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ ഇദ്ദേഹത്തെ കണ്ടു. എനിക്ക് ഇദ്ദേഹത്തിനോട് വലിയ വിശ്വാസമാണ്, താല്പര്യമാണ്. എനിക്ക് സമ്പത്തൊന്നുമല്ല വേണ്ടത്, ഈ ഒരു സ്നേഹമാണ് വേണ്ടതെന്ന് മാതാപിതാക്കളോട് ഈ മകൾ പറഞ്ഞു. എന്തു പറഞ്ഞാലും മാറില്ല എന്ന് മനസ്സിലായപ്പോൾ മനസ്സില്ലാ മനസ്സോടെ വിവാഹത്തിന് സമ്മതിച്ചു. ഇവർക്ക് ജീവിക്കുവാനായി ലക്ഷങ്ങൾ മുടക്കി നല്ലൊരു വീടും പണിതു കൊടുത്തു, കാറെല്ലാം മേടിച്ചു കൊടുത്തു. അങ്ങനെ ഇവരെ വിവാഹപ്പന്തലിലേക്ക് നയിച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ വേദനയുണ്ട്. കാരണം മകൾക്ക് വേണ്ടിയിട്ടാണ് സമ്പാദിച്ചത്. പക്ഷേ ഇതുപോലുള്ളൊരു വ്യക്തിയുടെ കൂടെ മകളെ ഇറക്കി വിട്ടാൽ നാളെ എന്താകുമെന്ന ഒരു വലിയൊരു വേദന, ആ വേദനയോടെ മാതാപിതാക്കൾ അത് അനുഗ്രഹിക്കുകയാണ് കർമ്മങ്ങളെല്ലാം. ഇവർ ജീവിതം ആരംഭിച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ മകളുടെ ഡിവോഴ്സ് നടക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നില്ല. ആദ്യ നാളുകളിലെ ആ സ്നേഹവും പരിഗണനയും ഒന്നും വിവാഹത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ലഭിച്ചില്ല. സ്നേഹമുള്ളവരെ, കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം, പരിഗണന, അംഗീകാരം ഇവ കിട്ടാതെ പോയാൽ അത് അന്വേഷിച്ചു പോവുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. ഇതാണ് ഈ കുടുംബത്തിൽ സംഭവിച്ചത്. ഈ മാതാപിതാക്കൾക്ക് മകളോട് വലിയ സ്നേഹമുണ്ടായിരുന്നു. സമ്പാദിച്ചു കൂട്ടണം, ആ സമ്പത്ത് മുഴുവൻ മകൾക്ക് കൊടുക്കുവാനായിട്ട് തയ്യാറായി. എന്നാൽ ജീവിതത്തിൽ വലിയൊരു കാര്യം മറന്നുപോയി. ഈ മകളെ നേടിയെടുക്കാൻ, അവളുടെ വേദനയൊന്ന് കേൾക്കുവാൻ, അവളോടൊപ്പം അല്പസമയം പങ്കിടുവാൻ ഇവർക്ക് സാധിച്ചില്ല. മക്കളെ നേടിയെടുക്കുവാനുള്ള 5 കുറുക്ക് വഴികളെക്കുറിച്ചാണ് ഈ ടോക്കിൽ പറയുവാനായി പോകുന്നത്. ഒന്നാമത്തെ കാര്യം, സ്പെൻഡ് ക്വാളിറ്റി ടൈം ടുഗദർ. മക്കളോടൊപ്പം സമയം ചെലവഴിക്കുവാൻ തയ്യാറാകുക. നമുക്കറിയാം, വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയുള്ള സമയം പ്രൈം ടൈമാണ്. ആ സമയത്താണ് ഭൂരിഭാഗം ആൾക്കാരും വീട്ടിലുണ്ടാവുക, മാതാപിതാക്കളും മക്കളുമൊക്കെ. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ആ സമയത്തൊക്കെ ഏറ്റവും സ്നേഹത്തോടെ മക്കളോടൊപ്പം പഠിക്കുകയും കളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ധാരാളം കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില കുടുംബാംഗങ്ങൾ എന്നോട് പറയാറുണ്ട്, അച്ചോ, ഞങ്ങളൊക്കെ സിംഗിളായി ജീവിച്ചിരുന്ന സമയത്ത് മൊബൈല്, TV, കമ്പ്യൂട്ടറൊക്കെ കണ്ട് സമയം പോകുന്ന സമയം. എന്നാൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ആ സമയം മുതൽ അതൊക്കെ കുറേ സമയത്തേക്ക് മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി മാറ്റിവെച്ചു. ഒരുമിച്ച് കുക്ക് ചെയ്യും, അതിനുശേഷം വന്ന് മക്കളോടൊപ്പം കുറച്ച് സമയം ഇരിക്കും. അവർ പഠിക്കുന്ന പാഠഭാഗങ്ങളിലൂടെ ഞങ്ങളും യാത്ര ചെയ്യും. അവരുടെ വേദനകളും വിഷമതകളുമൊക്കെ ഞങ്ങൾ കേൾക്കും. ചെറിയ നിസ്സാര കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ മകൾ അല്ലെങ്കിൽ മകൻ പറയുന്നത്. ഞാനൊരു സ്റ്റാർ വരച്ചു, ടീച്ചർ എൻ്റെ അടുത്ത് വന്നു, അത് നോക്കി നല്ലതാണെന്ന് പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അമ്മേ എന്ന് പറയുന്ന കാര്യമായിരിക്കാം. ഇതെല്ലാം ആ കുഞ്ഞുള്ള മനസ്സൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാൻ സാധിച്ചു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, ഒരുമിച്ചിരുന്ന് TV കുറച്ചു നേരം കണ്ടു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു മേശയുടെ ചുറ്റും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, സന്തോഷത്തോടെ തമാശകളൊക്കെ പറഞ്ഞു. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഇതുപോലെ ചെയ്യുന്നവരായിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഊഷ്മളമായ ബന്ധങ്ങൾ ഇങ്ങനെ വരട്ടെ, മക്കളെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മറുവശമുണ്ട്, അതായത് ജോലിയെല്ലാം കഴിഞ്ഞു വരുന്ന ഒരവസ്ഥ.
പകൽ മുഴുവൻ ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട്, നൈറ്റ് മാത്രം ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഇനി 7 മണി 6 മണിയൊക്കെ ആകുമ്പം വീട്ടിലേക്ക് വന്നു, വലിയ ക്ഷീണമാണ്, ജോലിയെല്ലാം കഴിഞ്ഞു. കുറച്ച് സമയം ഒരു ചാരുകസാരയിലേക്ക് കയറിയിരുന്നു, ടി വി ഒക്കെ ഒന്ന് ഓൺ ചെയ്തു, അങ്ങനെ മനസ്സൊന്ന് ഫ്രഷാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇങ്ങനെയുള്ള അവസരത്തിൽ ഈ മക്കൾ അടുക്കലേക്ക് വരികയാണ്, വർത്തമാനം പറയാനും വിഷമതകളും സ്കൂളിലെ അനുഭവങ്ങളൊക്കെ പറയുവാനായിട്ട് വരികയാണ്. അങ്ങനെ വരുമ്പം സീരിയസ് ആയിട്ട് അത് കാണുകയും പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാതെ വരുകയും ചെയ്യുമ്പോൾ ആ കുഞ്ഞിളം മനസ്സ് വേദനിക്കുന്നു, തിരിച്ചു പോകുന്നു. 2 3 പ്രാവശ്യം ദിവസങ്ങളോളം ഇങ്ങനെ കുഞ്ഞുമക്കൾ വരും. ഇനി അമ്മയുടെ അടുക്കിലേക്ക് പോയാൽ അമ്മ പാചകമുണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കാം, അല്ലെങ്കിൽ ഈ ദമ്പതിമാർ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. തീർച്ചയായിട്ടും അത് വേണം, അതിലൂടെയൊക്കെ നമ്മൾ പോകണം. എൻ്റെ ടോക്ക് പോലും ഒരുപക്ഷെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം കേൾക്കുന്നത്. പക്ഷേ അതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ നമ്മുടെ സമയമെല്ലാം ഒരുപാട് മാറ്റിവെച്ച് അതിലേക്ക് പോകുമ്പം ഈ മക്കൾ വരുമ്പം ഗവനിക്കുവാനായിട്ട് സമയമില്ല. അങ്ങനെ വരുമ്പം ഈ കുഞ്ഞുമക്കൾക്ക് വേദനയും ദുഃഖമൊന്നും പറയാൻ സാധിക്കുന്നില്ല. പിന്നെ അവർ പതുക്കെ പതുക്കെ അവരുടേതായ ലോകങ്ങളിലേക്ക് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഒട്ടുമിക്ക മാതാപിതാക്കളും പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ചോ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് അധ്വാനിച്ചത്, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പറഞ്ഞയച്ചു, ലോൺ എടുത്തും ആരോടെങ്കിലുമൊക്കെ കടം മേടിച്ചുമൊക്കെ പറഞ്ഞയച്ചു. ഒരു ഫോൺ കോൾ വിളിച്ചാൽ തന്നെ ഒരു 2 സെൻറ്റൻസിൽ കൂടുതൽ പറയാനില്ല അച്ചോ, എന്തു ചെയ്യും? നാട്ടിലേക്ക് വന്നാൽ തന്നെ ഒരു ദിവസമൊക്കെ വീട്ടിൽ സ്പെൻഡ് ചെയ്യുള്ളൂ, പിന്നെ കാണാനില്ല, മറ്റു സ്ഥലങ്ങളിലേക്ക് പോകും, വലിയ വിഷമമാണ്. സ്നേഹമുള്ള മാതാപിതാക്കളെ ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കുട്ടി ചെറുപ്പത്തിൽ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നപ്പം അവളെ എത്രമാത്രം ഊഷ്മളതയോടുകൂടെ സ്വീകരിച്ചു. തിരക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട് ആ കുഞ്ഞിളം മനസ്സിൻ്റെ സന്തോഷവും ദുഃഖവും ഒക്കെ നിങ്ങൾക്ക് കേൾക്കുവാൻ കാണുവാൻ സാധിച്ചു. അങ്ങനെയെങ്കിൽ ഇഴയടുപ്പമുള്ള കുടുംബത്തിൽ വളർന്ന കുട്ടികൾ ഒരിക്കലും മാറിപ്പോവില്ല, കുടുംബത്തോട് ചേർന്ന് നിൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതാണ് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുട്ടികളുടെ സുഹൃത്തുക്കളെയും അവരുടെ വീട്ടിലുള്ളവരെയും കുറിച്ച് നമ്മൾ അറിയണം. കാരണം സുഹൃത്തുക്കളാണ് അവരെ വളരെയധികം സ്വാധീനിക്കുന്നത്. അവരുടെ സന്തോഷവും അവരുടെ കഴിവുകളുമെല്ലാം അവരുടെ ജീവിതം തന്നെ ഒപ്പിയെടുക്കുവാനായിട്ട് ഈ കുഞ്ഞുമക്കൾ ശ്രമിക്കും. അങ്ങനെ വന്നു കഴിയുമ്പം നമുക്കറിയാം, നല്ല ബന്ധങ്ങളുള്ളവനാണ് ഏറ്റവും ശക്തൻ. സമ്പത്തുള്ളവൻ അല്ല ഏറ്റവും ശക്തൻ, നല്ല ബന്ധങ്ങളുള്ളവനാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ശക്തൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളത് അംഗീകരിക്കും. അങ്ങനെയുള്ള നല്ലൊരു ബന്ധങ്ങളിലേക്ക് മക്കൾക്ക് വളരുവാനായിട്ട് സാധിക്കണം. അങ്ങനെ വന്നാൽ ഈ കുഞ്ഞുമക്കളുടെ കൂട്ടുകാരാരാണെന്ന് നമ്മൾ അറിയണം. അവരുടെ വീട്ടിലുള്ള അവരുടെ ആ സംസ്കാരം, ആ വീട്ടിലുള്ളവരെ കുറിച്ചുമൊക്കെ നമ്മൾ അറിയണം. ചിലപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു കുഞ്ഞു മകൻ അല്ലെങ്കിൽ മകള് വേദനയോടെ സ്കൂളിലേക്ക് പോകുന്നു, ദുഃഖിച്ചിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പം അവൻ്റെ കൂട്ടുകാരിക്ക് അല്ലെങ്കിൽ കൂട്ടുകാരന് വലിയ വിഷമമാണ്. വീട്ടിൽ ചെന്ന് അമ്മയോട് പറയും, അമ്മേ ഇന്ന് എൻ്റെ കൂട്ടുകാരൻ വലിയ വിഷമത്തിലായിരുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ആ അമ്മ കൂട്ടുകാരൻ്റെ ആ അമ്മയെ വിളിച്ച്, ഇന്ന് ഇവൻ ഇങ്ങനെ പറഞ്ഞല്ലോ, എന്തു പറ്റി മോന്, വലിയ ദുഃഖത്തിലാണല്ലോ എന്ന് പറയും. അങ്ങനെ വരുമ്പം ഒരു ഇഴയെടുപ്പം കൂടുതലാണ്. ആ മാതാപിതാക്കൾക്ക് ആ മകനെ ഒന്ന് മനസ്സിലാക്കാൻ, അവൻ്റെ വേദനയൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വലിയൊരു ബാക്ക് സപ്പോർട്ട് അവിടുന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വലിയ ബന്ധങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മറ്റൊരു കാര്യമുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ, അതായത് സ്ലീപ്പ് ഓവർ. 1 2 മക്കളൊക്കെ ഉള്ളൂ, അവർ വന്ന് ചോദിക്കും സ്ലീപ്പ് ഓവറിന് പോയിക്കോട്ടെ എന്ന്. അതായത് ഒരു ദിവസം കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഉറങ്ങി പിറ്റേ ദിവസം വന്നാൽ മതിയല്ലോ എന്ന് ചോദിക്കും. അങ്ങനെ ധാരാളം കുട്ടികൾ പോകുന്നുണ്ട്, എനിക്ക് അങ്ങനെയുള്ളവരൊക്കെ അറിയാം. ഞാൻ ഇതിനൊന്നും എതിര് നിൽക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. വലിയ ഊഷ്മളമായ ബന്ധങ്ങളിലേക്ക് വരുന്ന കുട്ടികളുണ്ട്, കുടുംബങ്ങളുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ചോ ഇങ്ങനെ പോയി തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ മകൾക്ക് ഭയങ്കര വിഷമമാണ്, ഒന്നും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല,
ഒരു മൂകതയാണ്. ആഴങ്ങളിലേക്ക് പോയി കഴിയുമ്പം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാർ, സുഹൃത്തുക്കൾ ആരാണെന്ന് അറിയണം. അവരുടെ കുടുംബം എങ്ങനെയുള്ളതാണെന്ന് അറിയണം. അതിലേക്ക് എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ പറഞ്ഞയച്ചാൽ എന്ത് സംഭവിക്കുമെന്നും നമുക്കറിയണം. നല്ല ബോധ്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞയക്കാം. അല്ലെങ്കിൽ സ്നേഹത്തോടെ നമ്മുടെ കുഞ്ഞുമക്കളെ പറഞ്ഞ് ഒരുക്കണം, ബോധ്യങ്ങൾ കൊടുത്ത് അവരെ മനസ്സിലാക്കുവാനായി നമ്മൾ ശ്രമിക്കണം. മൂന്നാമതായി, മാതാപിതാക്കൾ ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു നൽകണം. ഒരു ദിവസം ഒരു പിതാവ് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അച്ചോ, എൻ്റെ മകന് വലിയ ദേഷ്യമാണ്. മാസത്തിലൊരിക്കലെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് അവൻ സ്കൂളിലുണ്ടാക്കും. ഞാൻ സ്കൂളിൽ പോകേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു എത്തും പിടുത്തവും കിട്ടുന്നില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. സാധാരണഗതിയിൽ അമ്മമാരാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ജീവിത പങ്കാളി എന്ത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പോകാനിറങ്ങിയ സമയത്ത് അല്പം വിഷമവും ഒക്കെ ഞങ്ങൾ തമ്മിൽ അല്പം നീരസമുണ്ടായി, അതുകൊണ്ടാണ് വരാത്തതെന്ന്. ഇദ്ദേഹത്തോട് ആഴങ്ങളിലേക്ക് ഞാൻ സംസാരിച്ചു. എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇവർ തമ്മിൽ എപ്പോഴും വഴക്കാണ്. വീട്ടിൽ കുറ്റങ്ങളും കുറവുകളും മക്കളുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പറയുക, തെറി പറയുക, വലിയ വിഷമത്തിലൂടെ കടന്നു പോവുകയാണ് ഈ കുടുംബം. ഈ മകന് കുഞ്ഞിളം മനസ്സിൽ ഇത് അങ്ങ് രജിസ്റ്റർ ചെയ്യുകയാണ് അവൻ്റെ തലച്ചോറിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ 2 ദിവസം കഴിയുമ്പം അവർ രമ്യതയിലേക്കും വരുന്നു. ഈ കുട്ടി വളരെ കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഈ കുട്ടി സ്കൂളിലേക്ക് പോകുന്നു. അവനെന്തു ചെയ്യും? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. വീട്ടിൽ നിന്ന് കണ്ടത് അപ്പനും അമ്മയും ശണ്ട കൂടുന്നതും തെറി വിളിക്കുന്നതുമാണ്. ഇവൻ വെറുതെ ഇരിക്കുന്ന കുട്ടീനെ ഉപദ്രവിക്കാനും പ്രൊവോക്ക് ചെയ്യുവാനും പിന്നെ അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തെറി പറയാനൊക്കെ ഇവൻ അങ്ങ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇവനൊന്നും ഫീൽ ചെയ്യുന്നില്ല, കാരണം വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് ഇതൊക്കെയാണ്. സ്നേഹമുള്ളവരെ, ഈ കുടുംബത്തിൻ്റെ വലിയൊരു പ്രശ്നം ആ മാതാപിതാക്കളുടെ മാതൃക അവിടെ കിടപ്പുണ്ട്. മാതാപിതാക്കൾ മാതൃകാപരമായ ജീവിതവും ധാർമ്മിക മൂല്യങ്ങളുമൊക്കെ കൈകോർത്തുകൊണ്ട് ജീവിക്കുമ്പം അവിടെ ബന്ധങ്ങൾ വളരുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ വീട്ടിൽ പറയുന്ന ഓരോ വാക്കുകളും പ്രധാനപ്പെട്ടതാണ്. അവയെല്ലാം കുഞ്ഞുമക്കൾ നോക്കുന്നുണ്ട്. നിങ്ങളുടെ സംഭാഷണം, നിങ്ങളുടെ ശൈലി, നിങ്ങളുടെ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് എല്ലാം കുഞ്ഞുമക്കൾ നോക്കുന്നുണ്ട്. ആയതിനാൽ നമുക്ക് വലിയൊരു ധാർമ്മിക മൂല്യങ്ങൾ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കുവാനായിട്ട് ശ്രമിക്കാം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 51-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിലെ കുടുംബത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. സ്നേഹമുള്ളവരെ, യോസേപ്പ് പിതാവ് മരപ്പണിക്കാരനായിരുന്നു. മാതാവ് തുന്നൽപ്പണി ചെയ്ത് ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു. ആ മാതാപിതാക്കളെ സഹായിച്ച് അവർക്ക് വിധേയനായി ജീവിച്ച ഈശോ ധാർമ്മിക മൂല്യങ്ങൾ ആ മാതാവും പിതാവും ഈശോയ്ക്ക് പകർന്നു കൊടുത്തു. അതുപോലെ നമ്മുടെ മക്കൾക്കും പകർന്നു കൊടുക്കുവാൻ സാധിക്കട്ടെ. 4-ാമതായിട്ട്, മക്കളെ അച്ചടക്കത്തിൽ വളർത്തുക. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിലെ 23-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക, ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക എന്ന്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഒന്ന് ചെല്ലാം. ഒരുപക്ഷെ ഒരു മാതാവ്, ഒരു പിതാവ് ഒരു മകളുടെ മുറിയിലേക്ക് കയറുന്നു. നല്ല രീതിയിൽ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാം കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം. മറുവശത്ത് എല്ലാം മെസ്സപ്പാക്കി വാരി വലിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻസ് എന്തായിരിക്കും? വായി തോന്നുന്നതെല്ലാം പറഞ്ഞ് വേദനിപ്പിക്കുന്ന രീതിയാണോ ഉള്ളത്? അങ്ങനെ വന്നാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നേടാൻ പറ്റുകയില്ല. മറിച്ച് നിങ്ങൾ താമസിക്കുന്ന വീട്, നിങ്ങളുടെ മുറി, അടുക്കളയൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക. അപ്പോൾ ഒരു മകനോ മകളോ ഇങ്ങനെ വൃത്തിയല്ലാതെയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചു പറയാം: നമ്മുടെ വീട് നോക്കി എത്ര മനോഹരമായിട്ടാണ് കിടക്കുന്നത്, അതുപോലെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാമോ? പറ്റില്ലെങ്കിൽ ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അവരെ കൂട്ടിക്കൊണ്ടു പോകുമ്പം അവർ ആ വലിയ മാതൃക കണ്ട് ഈശോ ജീവിച്ചതുപോലെ ജീവിക്കുവാനായിട്ട് ആ മാതാപിതാക്കളുടെ ആ വേദനയിലൂടെ പങ്കുചേർന്ന് ആ കുടുംബത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ മക്കളും ശ്രമിക്കും. അതോടൊപ്പം തന്നെ മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാൻ പറഞ്ഞു വിടുന്ന മാതാപിതാക്കൾ,
എല്ലാ ആഴ്ചയിലും ഞായറാഴ്ചയെങ്കിലും കുർബാനയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് അവരോടൊപ്പം പോകുന്ന മാതാപിതാക്കൾ, കുടുംബ പ്രാർത്ഥനയുടെ മൂല്യം പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ധാർമ്മിക മൂല്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അഞ്ചാമതായി, വൈകാരികമായ ബന്ധം സ്ഥാപിച്ചെടുക്കുക. കഴിഞ്ഞ ദിവസം വിദേശ രാജ്യത്തിൽ നിന്ന് വന്ന ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ വന്നു പോയത്, പെട്ടെന്ന് എന്താ വന്നേ? അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അച്ചോ, എൻ്റെ അപ്പച്ചന് 90 വയസ്സിന് മുകളിലായി. അപ്പച്ചൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. ഞാൻ പെട്ടെന്ന് ഓർത്തു, അപ്പച്ചൻ എല്ലാ ബർത്ത്ഡേക്കും എന്നെ വിഷ് ചെയ്യാറുണ്ട്. അപ്പച്ചൻ്റെ ഗ്രാൻഡ് പേരൻസൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരെയൊക്കെ വിഷ് ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ ഉണ്ട്. ഞാൻ അതുകൊണ്ട് എൻ്റെ അപ്പനെ വന്നൊന്ന് വിഷ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നേ. എനിക്ക് വലിയ സന്തോഷം തോന്നി. വൈകാരികമായ ഒരു അടുപ്പം, ഒരു ജന്മദിനം വരുമ്പം അപ്പൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാൻ, ആ ജന്മദിനം വലിയ ആഘോഷമാക്കി മാറ്റുവാനായിട്ട് വിദേശ രാജ്യത്ത് ആയിരുന്നപ്പോൾ പോലും ആ മകൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചെറുപ്പത്തിൽ മക്കളെ ഒന്ന് കേൾക്കാനായിട്ട്, അവർ വേദനയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ അവരെ കേൾക്കുവാൻ, അവരുടെ കണ്ണീർ കണങ്ങൾ കാണുമ്പോൾ അവരുടെ ഒപ്പം ഇരുന്ന് എന്താണെന്ന് ചോദിക്കാൻ, തെറ്റ് ചെയ്താൽ അവരെ കുറ്റപ്പെടുത്താതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, ചേർത്ത് പിടിക്കാൻ സാധിച്ചാൽ ഇതുപോലുള്ള വലിയ നല്ല ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു പിതാവ് പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നു. അച്ചോ, 2 മക്കളുണ്ട്. മകൾ നന്നായിട്ട് പഠിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മകളെ. അപ്പോൾ അവളോട് എപ്പോഴും ഞാൻ പഠിച്ചുകൊള്ളാൻ പറയും. പക്ഷേ കുറച്ച് ദിവസമായിട്ട് അവളിൽ ഭയങ്കര വ്യത്യാസം കാണുന്നു. എപ്പോഴും ഫോൺ കോളിലാണ്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കുറച്ച് സമയം ഞാൻ ആ മകളുമായി സംസാരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവൾ പറഞ്ഞു, അച്ഛാ, വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിക്കും എന്നോട് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം, പഠിച്ചോ, പരീക്ഷ എപ്പോഴാണ്, മാർക്ക് എങ്ങനെയുണ്ട് എന്ന് മാത്രമാണ്. എന്നാൽ എൻ്റെ ദുഃഖങ്ങളും വേദനകളും ഒന്നും കാണാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. ഒരു തമാശ പറയാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. എനിക്ക് വലിയ സ്നേഹത്തോടെ ഈ കുടുംബത്തിലൊന്ന് വ്യാപരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. വലിയ വിഷമമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ പരിചയപ്പെടുന്നത്. അവനോട് സംസാരിക്കുമ്പം എൻ്റെ മനസ്സിന് വലിയൊരു ഫ്രീഡം കിട്ടുന്നു, വലിയൊരു ആശ്വാസം കിട്ടുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, ഇതാണ് സംഭവിക്കുന്നത്. ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാനായിട്ട് സാധിച്ചില്ലെങ്കിൽ മക്കൾ അത് തേടി പോകുമെന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട്, അവർ നല്ല കാര്യങ്ങൾ ചെയ്താൽ അവരെ പ്രശംസിക്കുവാനായിട്ട്, തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുവാനായിട്ട്, അവരോടൊപ്പം യാത്ര ചെയ്യുവാനായി നമ്മൾക്ക് ശ്രമിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈശോയെ, മാതാപിതാക്കളുടെ അർത്ഥമെന്ന് പറയുന്നത് മക്കളാണ്. ഓരോ മക്കളും വിലപ്പെട്ടതാണ്. മക്കളെ ഓർത്ത് വിലപിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങ് നസ്രത്തിലെ കുടുംബത്തിൽ വളർന്നു വന്നതുപോലെ ചേർന്ന് ജീവിക്കുവാൻ ദൈവമേ, നല്ല കുടുംബങ്ങളായി എന്നെ കേൾക്കുന്ന ഓരോ കുടുംബത്തെയും അങ്ങ് വാർത്തെടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.